ഹലോ, ഇന്നത്തെ നമ്മുടെ കഥ കാച്ചിലാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കാച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ പോയി അതങ്ങ് പറിച്ചെടുത്തു. വീട്ടിൽ കൊണ്ടുവന്ന് നല്ലതുപോലെ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അങ്ങനെ ഒരു മുറമൊക്കെ എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ തോലെല്ലാം ചെത്തി. കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ടു. അതൊന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തു. ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഈ കാച്ചിൽ ആവിയിൽ വേവിച്ചെടുക്കാൻ വെച്ചു. ആ സമയം നമ്മൾ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി കാന്താരിയും ചെറിയുള്ളിയും ഉപ്പും പുളിയൊക്കെ ഇട്ട് നല്ലതുപോലെ കല്ലിലിട്ടങ്ങ് ഉടച്ചെടുത്തു. ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ചമ്മന്തിയും റെഡിയായി. അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പെടുത്തു. പിന്നെ ക്ലൈമറ്റ് നല്ല ചേഞ്ച് വന്നതുകൊണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല തണുപ്പാണ്. ആ സമയത്ത് നല്ല ചൂട് കാച്ചിലും ചമ്മന്തിയും കട്ടനൊക്കെയായി അങ്ങ് കൂടി. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.